ഫ്രണ്ട്സ്, മഴക്കാലത്ത് തേനീച്ച പെട്ടികളെ സംരക്ഷിക്കുന്ന കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. പെട്ടി നനയാതിരിക്കുക, വാതിലും ബായ്ക്കും ഒഴിച്ച് എല്ലാ ഭാഗങ്ങളും മറഞ്ഞിരിക്കണം. പെട്ടിയുടെ അടുപ്പിന് ലീക്ക് ഉണ്ടാകാൻ പാടില്ല. മേൽമൂടി 2 പലകൾ കൊണ്ട് അടിച്ചതായിരിക്കരുത്. പിന്നെ മെയിൻ വാതിൽ ഒഴിച്ച് ബാക്കി വാതിലുകളോ ദ്വാരങ്ങളോ പാടില്ല. പെട്ടിയുടെ 2 പലകൾ ചേരുന്ന ഭാഗത്ത് ഒരു മുട്ടുസൂചി കിടക്കുന്ന വിടവിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ പെയിൻറ്റ് കൂടി അടിക്കുകയാണെങ്കിൽ വിടവുകളെല്ലാം ഒട്ടുമില്ലാതായിരിക്കും. ആ രീതി നമ്മൾ ചെയ്യേണ്ടതാണ്. മഴവെള്ളം വടക്ക് വശത്തു നിന്ന് അടിച്ചു വീഴാതിരിക്കാൻ വടക്ക് വശമുള്ള വാതിൽ ഒഴിവാക്കി വയ്ക്കുന്നതാണ് ഉത്തമം. തീറ്റ കൊടുക്കുന്ന ഉച്ച കഴിഞ്ഞുള്ള സമയത്തായിരിക്കണം. അല്ലെങ്കിൽ ഈച്ചകൾ സ്ട്രെങ്ത് ഉള്ള കൂട്ടിൽ നിന്നും സ്ട്രെങ്ത് കുറഞ്ഞ കൂട്ടിൽ പോയി ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ കൂട് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഫീഡിങ് കൊടുക്കുന്ന ഈ ക്ഷാമകാലത്താണ്, അതായത് മെയ് തൊട്ട് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോൾ നമ്മൾ പെട്ടി തുറക്കുമ്പോൾ 2 ബ്രോഡിലെങ്കിലും മുട്ടയും പുഴുവും സമാധിയൊക്കെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തേനീച്ചകൾ ഈ തീറ്റ കുടിച്ച് അത് കൂട് ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. എവിടെയും പറമ്പിലെങ്കിലും കൂട് വയ്ക്കും. അങ്ങനെയുള്ള അവർക്ക് മുട്ടയും ഒക്കെ അട ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് കുറച്ചുള്ള കൂടുകൾക്ക് കുറച്ച് ഫീഡിങ് കൊടുക്കുക. സ്ട്രെങ്ത് കൂടുതലുള്ളവർക്ക് കൂടുതൽ ഫീഡിങ് കൊടുക്കുക. തീറ്റ കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്തുള്ള എല്ലാ പെട്ടിക്കും ഒരേ സമയത്ത് തീറ്റ കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പഞ്ചസാര ലായനി ഒരു ദിവസം തന്നെ കുടിച്ച് തീർക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. കൂടുതൽ ഫീഡിങ് കൊടുക്കരുത്. 7-ാം പൊക്കം തന്നെ തീറ്റ കൊടുക്കാവുന്നതാണ് ഉത്തമം. തേനീച്ചകളുടെ സ്ട്രെങ്ത് നിലനിർത്തുകയും അതുപോലെ പൂമ്പൊടി കളക്ട് ചെയ്യും. അതാണ് ഈ പ്രധാനമായിട്ടും നമ്മൾ ഈ ഫീഡിങ് കൊണ്ട് ഉള്ള പ്രയോജനം. പെട്ടികൾക്കൊട്ടും വിടവ് പാടില്ല. വായു കടക്കാനായിട്ട് നാം ഒന്നും ചെയ്യേണ്ടതില്ല. പെട്ടിക്കുള്ളിൽ എപ്പോഴും ചൂട് നിലനിർത്തണം. കാറ്റ് പ്രവേശിക്കാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പെട്ടി നന്നായിട്ട് വളരും. ഇത് പെയിൻ്റ് അടിക്കാത്തൊരു പെട്ടിയാണ്. അത് പെയിൻ്റ് അടിക്കും ഉടനെ. പെയിൻ്റ് അടിച്ച് നല്ല അതിൻ്റെ അകത്ത് നല്ല ടെമ്പറേച്ചർ ക്രമീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തേനീച്ചകൾക്ക് സമയാസമയങ്ങളിൽ അതിൻ്റെ ഒരു നമ്മൾ 7 ദിവസമോ അല്ലെങ്കിൽ ആ ദിവസങ്ങൾ നോക്കി 8 ദിവസം കൂടി നമ്മൾ ഫീഡിങ് കൊടുത്ത് അവയെ വളർത്തിക്കൊണ്ട് വരണം. പെയിൻ്റ് അടിക്കാത്തവയെ പെയിൻ്റ് അടിക്കുക. അതുപോലെ നല്ലപോലെ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി വയ്ക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ തൊട്ട് താഴെ ഈ നമ്മുടെ ചെറിയ കപ്പിൽ കരി ഓയിലോ ഗ്രീസോ എന്തെങ്കിലും ചേർക്കണം. അല്ലെങ്കിൽ ഉറുമ്പുകൾ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ വള്ളിപ്പടർപ്പുകൾ അങ്ങനെ കയറാൻ സാധ്യതയുണ്ടെങ്കിൽ വള്ളിപ്പടർപ്പുകളെയെല്ലാം നമ്മൾ വൃത്തിയാക്കി അവിടെ ചുറ്റും ഒന്ന് വൃത്തിയാക്കണം. അടിയിൽ എന്തെങ്കിലും ചാരവോ അല്ലെങ്കിൽ ഉറുമ്പ് പൊടിയോ ഒക്കെ ഏറ്റവും